പട്ടികജാതി പട്ടിക വകുപ്പിന്റെ ഒരു പരിപാടിയിൽ വേടനെ വിളിക്കുമ്പോൾ അവിടെ റാപ്പ് സംഗീതമാണോ പാടേണ്ടത്? അത് തെറ്റല്ലേ തുടങ്ങിയ രീതിയിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ രംഗത്ത് വന്ന് കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ അവിടെ പോയിട്ട് റാപ്പ് പാടി എന്താ കുഴപ്പം? അല്ല, അവിടെ പോയിട്ട് റാപ്പ് പാടിയാലൊരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, പട്ടികജാതി പട്ടിക വകുപ്പ് നടത്തേണ്ട ഒരു പരിപാടിയാണ് വേടനെ വിളിച്ച് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ശശികലയെ പോലെയുള്ള ആളുകൾ പറയുന്ന വിവരക്കേടൊന്നും ഗവൺമെൻറ് ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. ശശികലയുടെയൊക്കെ പ്രസംഗങ്ങൾ യഥാർത്ഥത്തിൽ നിരോധിക്കേണ്ടതാണ്, പണ്ടേ മുതലേ അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ നമ്മുടെ നോർത്ത് പറവൂര് വന്നിട്ട് ഒരു പ്രസംഗം നടത്തിയായിരുന്നു. അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഇപ്പോൾ പ്രതിപക്ഷ നേതാവുള്ള വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം, അതായത് മറ്റേ മേൽമുണ്ട് പൊക്ക് നോക്കിയാൽ കാണുന്ന അടിവസ്ത്രം പച്ചയാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മനസ്സിലായല്ലോ, മുസ്ലിം പ്രീണനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കമൻറ്റുകളൊക്കെ പറയാറുണ്ട് ശശികല. അതൊക്കെ വെറും വിവരക്കേടാണ്. ഇനി നമ്മുടെ മാറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ഒരു പരിപാടിയിൽ വേടനെ വിളിച്ച് നടത്തേണ്ടതാണെന്ന പരിപാടി ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്തിനു വേണ്ടി വെച്ചേക്കണേ? പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ. അവർക്ക് ഉന്നമനവും വികസനവും വേണ്ട എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തുകൊണ്ടാണ് സാമ്പത്തികമായ സംവരണം വെക്കാതെ സാമൂഹികമായി ഈ പറഞ്ഞ ജാതിപരമായിട്ടുള്ള സംവരണം ഇന്ത്യയിൽ വെച്ചിട്ടുള്ളത്? കാരണം അവർ ജാതിപരമായ വിവേചനം നേരിടുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ജാതിപരമായ വിവേചനം നേരിടുന്നതിനെതിരെ യഥാർത്ഥത്തിൽ നേരത്തെ അയ്യങ്കാളി മുതൽ കേരളത്തിലെ നവോത്ഥാന ആളുകളൊക്കെ തന്നെ ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോഴുള്ള 15 വയസ്സിനും 35 വയസ്സിനും 40 വയസ്സിനും അടക്കമുള്ള ചെറുപ്പക്കാരിലേക്ക് അതിഗംഭീരമായി എത്തിക്കുന്ന ഒരാളാണ് വേടൻ എന്ന് പറയുന്നത്. ഒരു സംശയമില്ല കാര്യത്തിൽ. ആ വേടൻ എന്ന് പറയുന്ന ആൾ അങ്ങനെ എത്തിക്കുന്നത് കൊണ്ട് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി എല്ലാ ജില്ലകളിലും വെക്കണമെന്നാണ് ഞാൻ പറയാം. പറ്റുമെങ്കിൽ എല്ലാ താലൂക്കിലും വെക്കണം. കാരണം ഈ പറയുന്ന ജാതിക്കെതിരെ അതിനിശ്ചിതമായ അതിതീവ്രമായിട്ടുള്ള വാക്കുകൾ, ഞാനിപ്പോൾ ആ വാക്കുകളൊക്കെ പറയുന്നില്ല, താങ്കൾക്കൊക്കെ തന്നെ അറിയായിരിക്കും. അതായത് കപട ദേശീയവാദി എന്നുള്ളത് മുതൽ ഇങ്ങോട്ട് നിരവധി വാക്കുകൾ, ഈ പറയുന്ന പോലെ ചോറ് കെട്ടവൻ്റെ നാട്ടിൽ എന്ത് ചെയ്യും, മറ്റേ കാട് കെട്ടവൻ ഭരിക്കും ചോറ് കെട്ടവൻ മരിക്കും എന്ന് പറയുന്ന വാചകം, അത് യഥാർത്ഥത്തിൽ ഏറ്റവും നിശ്ചിതമായിട്ടുള്ള കൃത്യമായ കുറിക്കോളുന്ന വിമർശനമാണ്. അത്തരം ആശയങ്ങളെ, പുരോഗമനപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് CPM-ഉം മറ്റേ ഇടതുപക്ഷവും പൂക്കാസയും അത് പറയുന്ന പോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ പിന്മാറിയ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലേക്കാണ് റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടകളൊക്കെ തന്നെ എന്ത് ചെയ്ത് കൊണ്ടുവന്നിറക്കിക്കൊണ്ടിരുന്നത്. ആ കൊണ്ടുവന്നിറക്കിക്കൊണ്ടിരുന്ന റൈറ്റ് വിങ് ഹിന്ദുത്വ അജണ്ടകൾക്കെതിരെയുള്ള അതിതീവ്രമായ ഒരു വാചകങ്ങളും വാക്കുകളുമാണ് വേടൻ്റെ എന്നുള്ളത് കൊണ്ടാണ് വേടനെ അവർ ഭയക്കുന്നത്. അതുകൊണ്ടാണ് ശശികലയൊക്കെ ചാടി ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് RSSന്റെ മറ്റു ചില നേതാക്കളൊക്കെ ചാടി ഇറങ്ങി വേടനെതിരെ പ്രശ്നമുണ്ടാക്കുന്നത്. കാരണം വേടൻ്റെ ജനസമ്മതി അവരെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? പിന്നെ ചില ആളുകൾ പറയുന്നത് വേടൻ മറ്റേ ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ല, ഷെഡ്യൂൾഡ് ട്രൈബ് അല്ല, വേടൻ എന്തു ആയിക്കോട്ടെ എന്ന്, ദളിതനല്ല എന്നുള്ളതാണ്, വേടൻ പിന്നോക്ക സമുദായക്കാരനാണ് എന്നൊക്കെ പറയുന്നു. എന്തു ആയിക്കോട്ടെ എന്നേ ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, വേടൻ്റെ വാക്കുകൾ എന്താണ്, വേടൻ്റെ വരികൾ എന്താണ്? ആ വരികൾ ഇവരെ പൊള്ളിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് പ്രശ്നം. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ സത്യത്തിൽ യഥാർത്ഥത്തിൽ പിന്നോക്ക മറ്റേ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ ഒക്കെ പിന്നോക്ക വകുപ്പ് അവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ടാവും, ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന് പകരം ഇത്തരത്തിൽ മനുഷ്യൻ്റെ കളറും വർണ്ണവും നോക്കി ഉള്ള ഒരു വിവേചനം പാടില്ല എന്ന് ഒരു ബോധവൽക്കരണ ക്ലാസ് പോലും കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ആളുകളെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന, എൻഗേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ബോധവൽക്കരണമാണ് ഒരുപാട് ആളുകൾ ഈ പറയുന്ന ആളുകളെ കാണുന്നത്. പിന്നെ ശശികല പറഞ്ഞ അടുത്തൊരു കാര്യമുണ്ട്, എന്നാണ് തുണിയില്ലാത്ത ആട്ടോ എന്നാണ്. അപ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മറ്റേ ഷർട്ടിടാതെ ആളുകൾ നമ്പൂതിരിമാരും ബാക്കിയുള്ളവരൊക്കെ നടക്കുന്നത് ഇവർക്ക് തുണിയില്ലാതെ തോന്നില്ലേ? അതെന്താ തോന്നാത്തത്? നിങ്ങൾ ഈ പറയുന്ന യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു വെക്കുകയാണ്. പിന്നെ വേടൻ വല്ലാതെ ശശികലയുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അല്ല, അവരെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ വേടൻ. ആരെ? വേടൻ അവരെ കുറിച്ചല്ലല്ലോ പറയുന്നത്. വേടന്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ നോക്കിയത്, വേടൻ ഇപ്പൊ ശശികലയെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല എന്നുള്ള ഒരു തെറിയാണ് പറയുന്നത്. യാഥാർത്ഥ്യമാണെന്നേ. നീ തമ്പുരാനായി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ആജ്ഞാപിച്ചാൽ എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശശികലക്കുള്ള മറുപടി ആ ചുക്കുമില്ല എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ മായി ഇല്ല എന്നാണ് പറയുന്നത്.
ആ ഇല്ല എന്നുള്ളത് തന്നെയാണ് വേടന്റെ മറുപടി. ആ വാചകം പൊള്ളിക്കുന്നത് ആരെയാണെന്നറിയാം. വേടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി എന്റെ വാക്കുകൾ എന്റെ സ്ഥാനങ്ങൾ വർക്കാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർ എതിർക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് എതിർക്കുന്നത്. ഇനി ഇതിൽ വലിയൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയോ? വലിയൊരു രാഷ്ട്രീയ പദ്ധതിയെ വേടൻ ഒറ്റക്ക് തകർക്കുകയാണ് ചെയ്തത്. എന്താ പദ്ധതി എന്നറിയോ? ഹിന്ദു ഏകീകരണം എന്ന് പറയുകയും തൊട്ടപ്പുറത്തൊരു മുസ്ലിം ശത്രുവിനെ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ഹിന്ദു ഏകീകരണം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് പ്ലാനിട്ടിരുന്നു കൃത്യമായി. ആ പദ്ധതിയുടെ പ്ലാനായിട്ടാണ് നമ്മൾ 33 മുക്കോടി ദൈവങ്ങളുള്ള ഹിന്ദുക്കളുടെ ഇടയിലോട്ട് രാമൻ എന്ന് പറയുന്ന ഒരു ഏക ദൈവത്തെ നമ്മൾ പ്രതിഷ്ഠിക്കാൻ നോക്കിയത്. ലോകത്തെല്ലാ ബിസിനസ്സിലും നിങ്ങൾ അറിയേണ്ടത് അൺഓർഗനൈസ്ഡ് ആയി കിടന്ന സെക്ടർ അല്ല, ഞാൻ പറഞ്ഞിരുന്നോടെ, ഈ അൺഓർഗനൈസ്ഡ് ആയി കിടക്കുന്ന സെക്ടർ ഓർഗനൈസ്ഡ് ആക്കിയാൽ വലിയ ലാഭം കൊയ്യാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം താങ്കളോട് സിമ്പിളായിട്ട്. ബേക്കറി എങ്ങനെയായിരുന്നു നേരത്തെ? ഓരോരുത്തരും ഗൗതം ഒരു ബേക്കറി തുടങ്ങും, ചെറിയൊരു ബേക്കറി തുടങ്ങും, ഞാനൊരു ബേക്കറി തുടങ്ങും, അങ്ങനെ എല്ലാ ബേക്കറികളായിരുന്നു. ഇപ്പൊ KR ബേക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കണ്ടല്ലോ? എങ്ങനെയാണ് ആ ബേക്കറി? അതായത് ഓർഗനൈസ്ഡ് ആക്കി, ഫ്രാഞ്ചൈസ് എല്ലാം ഒരുപോലെ ആക്കി. അതായത് ചിഹ്ന ഭിന്നമായി കിടന്ന ഒരു പ്രസ്ഥാനത്തെ ഓർഗനൈസ്ഡ് ആക്കി എന്ന് പറയുന്ന പോലെ ചിഹ്ന ഭിന്നമായി കിടന്ന ഹിന്ദു എന്ന് പറയുന്ന വിശാലമായ അർത്ഥത്തിൽ നമുക്ക് വിളിക്കാവുന്ന ഒരു സമുദായത്തെ, ഈ പാണനും പറയനും ശൂദ്രനും വൈശ്യനും ഒക്കെ ഉള്ള ഒരു സമൂഹത്തെ യഥാർത്ഥത്തിൽ ഏകീകരിപ്പിക്കാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു BJPയുടെയും ആ ഏകീകരണം പ്രശ്നമല്ല. പക്ഷെ ഏകീകരണം പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യണം. അടിസ്ഥാനപരമായിട്ട് വേടനും അടിസ്ഥാനപരമായിട്ട് വേടനും പറയുന്നത് ഏകീകരണം തന്നെയാണ്. അല്ല, ഒരു കാര്യം നിങ്ങളോട് ഏകതയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വേടന്റെ വരികളിൽ പറയുന്നത്. എന്റെ ഉത്തരം കേൾക്കണം. ഇവിടെ ഒരു ജനാധിപത്യം ഏകീകരണം ഞാൻ ചോദിക്കുന്നത് ഞാനും നിങ്ങളും തമ്മിൽ ഏകീകരിക്കുന്നതിന് കുഴപ്പമില്ല സുഹൃത്തെ. പക്ഷെ നിങ്ങളോട് ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ കഞ്ഞി മറ്റേ കുമ്പിളിൽ കുത്തിയിട്ട് മുറ്റത്ത് തരും, ഞാൻ ടേബിളിലിരുന്ന് ചോറ് കഴിക്കുമെന്ന് പറയുന്ന ഏകീകരണം ഉണ്ടല്ലോ, അത് തട്ടിപ്പാണ്. അതാണ് പ്രശ്നം. ഞാൻ നിങ്ങളോട് തിരിച്ചു കാര്യം ചോദിക്കട്ടെ, ശബരിമലയിൽ ഇപ്പോഴും ആരാണ് മേൽശാന്തി? ശബരിമലയിൽ ആരാണ് മേൽശാന്തിന്നേ? ശബരിമലയിൽ ഈ പറയുന്ന മേൽശാന്തി നിയമനത്തിന് വേണ്ടി ഞാൻ പലവട്ടം വർഷങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശബരിമലയിൽ മേൽശാന്തിയാകാൻ കഴിയുന്ന ആർക്കാണ്? ബ്രാഹ്മണർക്ക് മാത്രമാണ്. മനസ്സിലായേ? ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഈ ഏകീകരിക്കുന്ന ആളുകൾ മുഴുവൻ ഇരുന്ന് തരികിടെ ഉടായ്പം പറയണത് എന്താണെന്നറിയാമോ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അറിവുള്ളവനാണ്, വിദ്യയുള്ളവനാണ്, മറ്റേ സൗന്ദര്യം നോക്കിയിട്ടല്ല, ജനനം വെച്ചിട്ടല്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. ജനനം വെച്ച് തന്നെയാണ് ബ്രാഹ്മണനെ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണൻ മലയാളി ബ്രാഹ്മണനായിരിക്കണം പൂജാരി എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്ത ഒരാൾ കോടതി പോയിരുന്നു. അതായത് ഈഴവനായിട്ടുള്ള ഒരാൾ ഹൈക്കോടതിയിൽ കേസിന് പോയപ്പോൾ മറ്റേ അക്കീരൻ നമ്പൂതിരി എന്ന് പറയുന്ന നമ്പൂതിരി സമുദായത്തിന്റെ ഒരാളുണ്ടല്ലോ, പുള്ളിയാണ് അവിടെ എന്ത് ചെയ്തത്? എതിർത്ത് പോയത്. ഒരു മിനിറ്റ്, എന്തുകൊണ്ടാണ് RSSഉം സംഘപരിവാറും BJPയും ഒക്കെ ആദ്യം അതിനുവേണ്ടി സമരം ചെയ്യട്ടെ? അതായത് നമ്മുടെ നാട്ടില് ഈ പാണനും പറയനും പുലയനും ഈഴവനും അതുപോലെ നായരും നമ്പൂരിയൊക്കെ തുല്യരാണല്ലോ. നമ്മൾ തമ്മിൽ ഏകീകരിക്കാന്നാണല്ലോ നിങ്ങൾ പറയണേ. ഏകീകരിക്കാന്നേ എല്ലാവരും തയ്യാറാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അതിനിടയിലുള്ള വിവേചനം അവസാനിപ്പിക്കണം. അതിനുവേണ്ടി ആദ്യം കൂടുതൽ പോരാടണം. എന്താ പോരാട്ടം തയ്യാറല്ലാത്തത്? ഞാൻ പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശബരിമല എന്ന് പറയുന്ന ഈ നാട്ടിലെ യഥാർത്ഥത്തിൽ ഏറ്റവും കീഴാളരുടെ ആയിരുന്നു ശബരിമല. ശബരിമലക്ക് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് ആചാരവിധി പ്രകാരം അവിടെയുള്ള അനുഷ്ഠാനങ്ങൾ പഠിച്ചുകൊണ്ട് മറ്റ് സമുദായത്തിലുള്ള ഒരാൾക്ക് അവിടെ മേൽശാന്തി ആയിക്കൂടാ? അതല്ലേ അങ്ങ് ചോദിച്ചത്? അതെ. ഇനി ഒരു കാര്യം ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കട്ടെ സുഹൃത്തെ, നമ്മുടെ സമൂഹത്തിന്റെ മനോഭാവം എന്താണ് നമ്മുടെ സമൂഹത്തിന്റെ മനോഭാവം? നമ്പൂതിരീസ് എന്നൊരു പൽപ്പൊടി ഇട്ടാൽ നമ്മൾ മേടിച്ച് തേക്കാൻ നമുക്ക് കുഴപ്പമില്ല. ബ്രാഹ്മിൻസ് എന്ന് പറയുന്ന ഒരു കറിപ്പൊടി ഇട്ടാൽ നമുക്കത് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ടൈറ്റൻ എന്ന് പറയുന്ന വാച്ച് നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെ പുലയ എന്ന് പറയുന്ന ഒരു പൽപ്പൊടി ഇറക്കാൻ ധൈര്യമില്ലാത്ത എന്തോ ഒരു ബിസിനസ്സുകാരനെ ചെലവായി പോകില്ല. ഇവിടെ ദളിതൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഇല്ലാത്ത. ഞാൻ പറയട്ടെ, ഇതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യമാണ്. KR മധു, അദ്ദേഹമാണ് ഈ RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയുടെ മുഖ്യപത്രാധിപർ. അദ്ദേഹം കൊല്ലത്ത് നടന്ന ഒരു അമ്പല ഉത്സവത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഹിന്ദുക്കൾക്കിടയിലാണ് ഈ കാര്യം പറയുന്നത്. പക്ഷെ അവിടെ അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവിടെ പുലയന്മാർ ഈ സമുദായത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവരാണ്, അവരെ നമ്മൾ ജാതീയമായിട്ട് മാറ്റി നിർത്താൻ വേണ്ടി പാടില്ല, ജാതീയമായിട്ടുള്ള പ്രശ്നം ഈ സമുദായത്തിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, ജാതിക്കതീതമായി ചിന്തിക്കണമെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ജാതിക്ക് അതീതമായി ചിന്തിക്കണം. അദ്ദേഹം പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ നേരെ നിങ്ങളോട് തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ ജാതിക്ക് അതീതമായി ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്
കോടതിയിൽ കേസിന് പോകാനോ അധികാരത്തിലേക്കുന്ന BJPയെ കൊണ്ട് നിയമനിർമ്മാണം നടത്താനോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു വലിയ പ്രക്ഷോഭം, ശബരിമലയിൽ സ്ത്രീകൾ കയറരുതെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയല്ലോ, ആയിക്കോട്ടെ, ഒരു രാത്രിക്ക് രാത്രി, അതായത് ആദ്യത്തെ ലേഖനത്തിൽ സ്ത്രീകളെ കയറ്റണം എന്നുള്ളതായിരുന്നു RSS നിലപാട്. ഇപ്പോഴും RSSന്റെ നിലപാട് അതാണ്. പക്ഷെ അതിനെതിരെ ഒരു പ്രക്ഷോഭം വരികയും ജനങ്ങളൊക്കെ എന്നാവുകയും ചെയ്തപ്പോഴത്തേക്കും നേരെ എന്ത് ചെയ്തല്ലോ, നാമജപ ഘോഷയാത്ര നടത്താനായിട്ട് RSS ആളുകളൊക്കെ കൂടുന്നല്ലോ. ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ജാതി ഐത്ത അല്ലെങ്കിൽ അത്തരത്തിലുണ്ടായിട്ടുള്ള വിവേചനങ്ങൾക്കെതിരെ ഇവരെപ്പോഴാണ് ഈ വേടനെതിരെ ഉറഞ്ഞു തുള്ളിയതുപോലെ തുള്ളിയിട്ടുള്ളത് എന്ന് പറഞ്ഞു തന്നെ. ഈ ശബരിമല തന്ത്രിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ തൊട്ടടുത്ത ഒരു അമ്പലത്തിൽ ഒരു കഴകക്കാരനായി ഒരു ഈഴവനെ നിയമിച്ചിട്ട് അവിടെയുള്ള മറ്റേ തന്ത്രിമാരും മറ്റേ ബാക്കി മന്ത്രിമാരും എല്ലാവരും കൂടി അവനെ പുകച്ച് പുറത്തിയാടിക്കാൻ നിന്നപ്പോൾ ഈ സമൂഹം എവിടെയായിരുന്നു? ഞാൻ ചോദിക്കുന്നത്, ഈ മധുവായാലും ഇനി ജയനായാലും ഇനി പ്രേംനസീർ ആയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരൊറ്റ ചോദ്യം എനിക്കുള്ളൂ. ആ ചോദ്യം, ഈ സമൂഹത്തിൽ ഇപ്പോഴും ജാതീയമായിട്ടുള്ള ഐത്തവും ഈ പറഞ്ഞ പോലെ തീർച്ചയായും ആളുകളുടെ മനസ്സിനുള്ളിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള, ദയാനന്ദ സരസ്വതിയെ പോലുള്ള നിരവധിയായിട്ടുള്ള നവോത്ഥാന പ്രവർത്തകരെ ഉഴുതെടുത്ത മണ്ണ് തന്നെയാണിത്. അതിന്റെ ആ ചിന്താ പദ്ധതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് പോലും ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു മിനിറ്റ്, ആ ചിന്താ പദ്ധതികളിൽ നിന്ന് കേരളവും തിരിഞ്ഞു നടക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ നവോത്ഥാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിർമാല്യം പോലൊരു സിനിമ ഉണ്ടായത്. ആ സിനിമ പോലൊരു സിനിമ ഇപ്പം ഉണ്ടാക്കാൻ കഴിയാത്തത് നമ്മുടെ അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ പറയുന്നത്, നമ്മൾ പഴയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവേചനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ് ഗൗതം. താങ്കൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം താങ്കൾ ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നുള്ളത് എനിക്കെതിരെയുള്ള ഏത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ. പക്ഷെ എൻ്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമുള്ളൂ. RSSും സംഘപരിവാറും BJPയും ഈ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന, അതായത് 21ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ പൂജ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇവരെതിർക്കുകയോ അതിനെതിരെ സമരം നടത്തുകയോ വേണ്ട ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയോ ചെയ്യാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് 30 വയസ്സുള്ള വേടനെതിരെ സംസാരിക്കുന്നത് എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ രണ്ട് വള്ളത്തിലും കൂടി കാലിയോട്ടരുത്. അതായത് ഞാനും ഗൗതവും ഒരുപോലെയാണെന്ന് പറയുകയും പിന്നെ മറ്റേ കൃഷ്ണകുമാർ ഉണ്ടല്ലോ, അതായത് BJPക്ക് വേണ്ടി മത്സരിച്ച കൃഷ്ണകുമാർ പറഞ്ഞ പോലെ എന്റെ വീടിന്റെ മുറ്റത്ത് എന്ത് ചെയ്യുമായിരുന്നു, മറ്റേ കുഴി കുത്തിയിട്ട് ആളുകൾക്ക് കഞ്ഞി കൊടുക്കുമായിരുന്നു. ആ കഞ്ഞി കണ്ടിട്ട് എനിക്ക് കൊതിയായിട്ടുണ്ട് എന്ന് പറയുന്ന മറ്റേ വിവേചനം ഉണ്ടല്ലോ, മനസ്സിലെ വിവേചനം. ആ മനസ്സിലെ വിവേചനം മാറ്റിയിട്ട് ഇങ്ങോട്ട് സംസാരിച്ചാൽ മതി. അല്ല, എനിക്ക് ആ വിവേചനമില്ല. താങ്കൾക്കല്ല, താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ആളുകളെ. ഞാൻ ആരെയും പ്രതിദാനം, താങ്കൾ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? ഞാൻ താങ്കൾ എന്ന് പറഞ്ഞത്, ഒരു കാര്യം പറയട്ടെ. KR മധു എന്ന് പറയുന്ന ആള് സംസാരിച്ചതിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ പറയണം. അതിൽ ഒരു ഭാഗം മാത്രം അത് അർത്ഥിയെടുത്ത് അദ്ദേഹം വേടന് മാത്രം എതിരെ സംസാരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ വേടൻ ഒരു ജാതി തീവ്രവാദം വളർത്തു, അത് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയാൻ പാടില്ല. അദ്ദേഹം ഈ കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ വിലയേറിയ കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോഴും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർക്കൊന്നും സാധിക്കുന്നില്ല. പല പ്രശ്നങ്ങളും ഈ വേടനെതിരെ ഉറഞ്ഞു തുടങ്ങിയതുപോലെ ഇവിടെയുള്ള ജാതിപരമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും എന്തുകൊണ്ട് ഇവർ പ്രതികരിക്കുന്നില്ല? കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. അതൊക്കെ ഇവര് സ്വയം ആത്മപരിശോധന നടത്തേണ്ട കാര്യം തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുമുള്ള തർക്കമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് RSSന്റെ നിയന്ത്രണത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും ജാതിക്ക് അതീതമായിട്ട് ആളുകൾക്ക് പ്രവേശിക്കാനും അതോടൊപ്പം തന്നെ പൂജയും നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നാണ്. ആ അമ്പലങ്ങളെ, ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഈ പറയുന്ന, ഞാൻ പറയുന്ന ഒരൊറ്റ വാചകം, നമ്മൾ നാളെ ഹിന്ദുവും ക്രിസ്ത്യനും മുസൽമാനും ഇനി ജാതീയമായിട്ടൊന്നുമല്ലാതെ എല്ലാവരെയും മനുഷ്യരായി കാണുകയും ഏകീകരിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ ഒന്നാമത്തെ അഭിപ്രായം. അതിൽ ഹിന്ദുവിന് മാത്രമായിട്ടൊരു ഏകീകരണം സാധ്യമാകുന്നത് ഈ ലോകത്തുള്ള പല രാഷ്ട്രങ്ങളിലും ചെയ്തതുപോലെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മതവും, രണ്ടാമത്തത് മറ്റേ അതിതീവ്രമായ ദേശീയതയും കൊണ്ടിട്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള തന്ത്രം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ആ തന്ത്രമല്ലാതെ ഇതിന്റെ ഉള്ളിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ, ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞോളൂ, ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകക്കാരൻ ഒഴിവാക്കിയല്ലോ, അവൻ ഈഴവനായിട്ടുള്ള ഒരുത്തൻ രാജിവെച്ച് പോകേണ്ടി വന്നല്ലോ. എന്താ രാജിവെച്ച് പോകേണ്ടി വന്നത്? എന്താ ഈ പറയുന്ന അന്നേരം മധു എന്താ ഉറങ്ങത്തിലായിരുന്നോ? മറ്റേ ശശികല എന്തായിരുന്നു? മറ്റേ വായില് എന്തായിരുന്നു പറഞ്ഞത്? സംസാരിച്ചില്ലല്ലോ. ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത് ഇരട്ടത്താപ്പാണെന്ന് മാത്രമാണ്. ഇത് യഥാർത്ഥത്തില് ഇരട്ടത്താപ്പാണ്.
ആ ഇരട്ടത്താപ്പുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ വേടനോട് ഇവർ എന്തുകൊണ്ട് എതിർക്കുന്നു, മറ്റേതിൽ എന്തുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, വേടൻ ഇവരെ പൊള്ളിക്കുന്നുണ്ട്. ആ പൊള്ളിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. പിന്നെ സുരേഷ് ഗോപി നമ്മളോട് പറഞ്ഞ വാചകമുണ്ടല്ലോ, ഒരു മിനിറ്റ്, സുരേഷ് ഗോപി പറഞ്ഞൊരു വാചകമുണ്ട്, ഒന്ന് ആലോചിക്കണം. BJP-യുടെ കേന്ദ്രമന്ത്രി ഒരു മിനിറ്റ്, ഇവർക്ക് എന്ത് എതിർക്കാൻ പാടില്ലായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ബ്രാഹ്മണനായിട്ട് എനിക്ക് പൂജ ചെയ്യണമെന്നാണ്. എടോ സുരേഷ് ഗോപി മണ്ട, താങ്കൾ ആദ്യം മനസ്സിലാക്കണം, ഞാൻ ബ്രാഹ്മണനായിട്ട് പൂജ ചെയ്യണമെന്നുള്ള പരിപാടി ഞാനെടുത്ത് മാറ്റണം എന്നാണ്. ഏകീകരണം വേണമെങ്കിൽ ആദ്യം പറയേണ്ടത്, ഏകീകരണം വേണമെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് പാണനും പറയനും ശൂദ്രനും വൈശ്യനും ഒന്നുമില്ല. ഇവിടെ ഒരൊറ്റ ആളേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ പക്ഷം ഞാൻ പറയുന്നത് മതപരമായ വിഭജനം പോലും ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞ പക്ഷം ഹിന്ദുക്കളെ ഏകീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴെങ്കിലും നിങ്ങളൊരു കാര്യം പറയണം, പാണനും പറയനും ശൂദ്രനും വൈശ്യനും ഇതൊന്നുമില്ല, ബ്രാഹ്മണനും ഒരു തേങ്ങയുമില്ല, പകരം നമ്മളെല്ലാവരും ഒരേപോലെ ഹിന്ദുക്കളാണെന്ന് നമ്മളെല്ലാവരും ഒന്നാണെന്ന് അല്ല വേണ്ടത്. വേണ്ട, നിങ്ങൾ മുസ്ലിം മറ്റേ അപരവൽക്കരനെ ശത്രുവായി കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ ഏകീകരിച്ചോ? ആ ഏകീകരിക്കുന്നത് നല്ലതല്ലേ എന്ന് താങ്കൾ ചോദിച്ചാൽ. പക്ഷെ അങ്ങനെ നല്ലതാണെങ്കിൽ ഏകീകരിക്കാൻ വരുന്നവനെങ്കിലും ഒരു അഭിപ്രായം പറയണം. എന്താണ് കാര്യം? ഇവിടെ ബ്രാഹ്മണനും ശൂദ്രനും വൈശ്യനും ഒരു തേങ്ങയും മാങ്ങയും ഒന്നുമില്ല, പകരം നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്കിടക്ക് ഒരു വിവേചനമില്ല. അതുകൊണ്ട് നിങ്ങൾക്കും പോയി ശബരിമലയിൽ പൂജാരിയാകാം, എനിക്കും പൂജാരിയാകാം. ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറയരുത്. താങ്കൾ പറയുന്ന സുരേഷ് ഗോപിയുടെ ആ വാക്കുകളെ കൃത്യമായിട്ട് ഇവിടുത്തെ മതേതര വിശ്വാസികളൊക്കെ വളരെ കൃത്യമായിട്ട് എതിർത്തിട്ടുള്ളത്. ഇല്ല, ഈ പറയുന്ന ക്ഷേത്രം, താങ്കൾ ഇപ്പൊ ഈ പറയുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടല്ലോ, ഈ ക്ഷേത്രങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? യഥാർത്ഥത്തിൽ കേരള സർക്കാർ, എനിക്കും കൂടി ആഗ്രഹമുണ്ട് ഈ ശബരിമല ദേവസ്വം അതിന് കീഴിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റു ദേവസ്വം ബോർഡുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള അന്യ ജാതിയിൽപ്പെടുന്ന ആളുകളെ ആചാരം പഠിപ്പിച്ചുകൊണ്ട് അവിടെ പൂജാരിയായിട്ട് മേൽശാന്തിയായിട്ട് ഇരുത്തുന്നതിൽ യാതൊരു തരത്തിലുമുള്ള പ്രശ്നവുമില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് യഥാർത്ഥത്തിൽ ഇവിടുത്തെ LDF സർക്കാർ, ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുക്കണം. ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മറുപടി താങ്കൾ സമയം വെക്കണം. ഇവിടുത്തെ മതേതരം എന്നൊക്കെ പറയുന്ന LDF എന്തുകൊണ്ട് അത് പറയുന്നില്ല? എന്തുകൊണ്ട് പറയുന്നില്ല? പറയാം. അതിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞു വന്നത്. പൂക്കാസയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും പോലെയുള്ള കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷം പതുക്കെ പിന്മാറുകയും അവർ ജനതയൊന്നും ഡെവലപ്പ് ചെയ്യേണ്ട, പകരം ഭരണം മാത്രം മതി എന്നുള്ളതിന്റെ കോംപ്രമൈസുകളിലേക്ക് പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായി അതുകൊണ്ടാണ് 1000 തെരഞ്ഞെടുപ്പുകൾ തോറ്റാലും ഞങ്ങൾ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുമെന്ന് പറയുന്ന ഇതിൽ നിന്നൊക്കെ M സ്വരാജ് അടക്കമുള്ളവർ പുറകോട്ട് പോയത്. കാരണം അതൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ രീതിയാണ്. പറഞ്ഞു താങ്കൾ പറയാത്തതും ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി പറയാൻ അനുവദിക്കണം. അതെന്താ വെച്ചാൽ അത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. അത് പിണറായി വിജയനും CPM ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല പറയണേ. ഒരൊറ്റ കാര്യമുള്ളൂ. പക്ഷെ അത് കുറച്ചുകൂടി തീവ്രമായി BJP-ക്കാരും മറ്റേ മധുവും അതുപോലെ ശശികലയും ഒക്കെ കൂടി ചെയ്യുന്നുണ്ട് എന്നങ്ങോട്ട് സമ്മതിച്ചാൽ മതി. ശശികല ടീച്ചറുടെ വാക്കുകളെ വേടനെതിരെ അവർ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ എവിടെയും ടീച്ചറൊന്നും വിളിക്കാൻ തയ്യാറല്ല. എനിക്ക് അവരെ അപകീർത്തികരമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞു കൊടുത്ത് ശശികല എന്ന് പറയുന്ന ഒരാളെ ശശികല എന്നല്ലാതെ അപകീർത്തികരമായി ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറയൂല. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ താങ്കളോട് പറയുന്നു, താങ്കളുടെ ഒരു ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. അതായത് ഹിന്ദുക്കളെ എല്ലാവരെയും ഏകീകരിക്കുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് താങ്കൾ ചോദിച്ചാൽ ഒറ്റ വാചകം എനിക്കുള്ളൂ, ഏകീകരിക്കുന്നതിന് കുഴപ്പമില്ല ഗൗതം. പക്ഷേ ഗൗതവും ഞാനും ഒരേപോലെ തുല്യരാണെന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം ഗൗതത്തിൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് എനിക്ക് മറ്റേ മുറ്റത്തിരുത്തിയിട്ട് എന്ത് ചെയ്യുക, മറ്റേ കുഴി കുത്തിയിട്ട് അതിൽ കഞ്ഞി വിളമ്പി തരികയും താങ്കൾ അവിടെ പോയിട്ട് മറ്റേ ക്രോക്കറി പ്ലേറ്റിലിരുന്ന് കഴിക്കുകയും ചെയ്യുന്നത് തുല്യതയല്ല, ഇത് ഇരട്ടത്താപ്പാണെന്നേ പറഞ്ഞോളൂ. ആ ഇരട്ടത്താപ്പ് ഏറ്റവും കൂടുതൽ ഒരു കാര്യം പിണറായി വിജയനേക്കാളോ CPM-നേക്കാളോ ഇടതുപക്ഷത്തെക്കാളോ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും BJP-യും സംഘപരിവാറുമാണ്. അതുകൊണ്ടാണ് ഞാനൊരു തിരിച്ചൊരു വാചകം ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. CPM-നെതിരായിട്ടുള്ള കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ഒരു വാചകം നാളെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി മെമ്പറോ ഒരു MP-യോ ജോൺ ബ്രിട്ടാസോ ആരെങ്കിലും പറഞ്ഞാൽ CPM നടപടി എടുക്കൂലേ? നടപടി എടുക്കൂല. എന്തുകൊണ്ടാണ് സുഹൃത്തെ സുരേഷ് ഗോപിയെ പോലെ കേന്ദ്രമന്ത്രി പറയുമ്പോൾ പോലും
മറ്റേ ബ്രാഹ്മണനായി ജനിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, പൂജ ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മതവും അതുപോലെ RSSും സംഘപരിവാറും അതുപോലെ തന്നെ മറ്റേ ശശികല ടീച്ചറൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ടീച്ചറിന് തന്നെ വിളിക്കാം, ടീച്ചറിന് വിളിക്കാം, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. സുരേഷ് ഗോപി ഈ തെണ്ടിത്തരം നിങ്ങൾ പറയരുതിട്ടാ. കാരണം ഇവിടെ ബ്രാഹ്മണനൊന്നും ആവണ്ട, എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. വൈശ്യനും ശൂദ്രനും പാവരനും വിഡ്ഢിയും ഈ പറഞ്ഞ പോലെ ബുദ്ധിമാനും എല്ലാവരും ഒരുപോലെയാണ്. പക്ഷേ നിങ്ങൾ പാടാനും പറയാനും ഒക്കെ തന്നെ ഇതുപോലെ പൂജ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അതിൻ്റെ ഇടക്കൂടി താങ്കൾ വന്നിട്ട് മറ്റേ ബ്രാഹ്മണനെ എന്ത് ചെയ്യുള്ളൂ ചെയ്യുള്ളൂ പറയരുത്. ഇനി ഒറ്റ കാര്യം, താങ്കൾ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഈ പൊളിറ്റിക്സ് ആരാണ് ഇവിടെ എടുത്ത് ആ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എടുത്ത് പയറ്റുന്ന കപടത കാണിക്കുന്നവര് തന്നെയാണ് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരെ. പറയട്ടെ, ഇവിടെയുള്ള കോൺഗ്രസ്സുകാര്, ഇവിടെയുള്ള LDFകാര്, ഇവിടെയുള്ള BJPക്കാര്, ഇവരെല്ലാവരും ഈ കപടത ഇവിടെയുള്ള രാഷ്ട്രീയ എല്ലാവരും പയറ്റുന്നത്. അതിൽ ഒരു പക്ഷേ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാതെ കട്ട് ചെയ്യാതെ കൊടുക്കണം. ഞാൻ ഒറ്റ കാര്യം പറയുന്നു, ആ തുല്യത തെറ്റാണ്. കാരണം പിണറായി വിജയനോ CPMോ അവരുടെ ഈ പറയുന്ന പോലെ അവർക്ക് ഈ സമൂഹത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന മേഖലകളിൽ അവർ സ്വാധീനിക്കുകയും ഏറ്റവും കുറഞ്ഞ പക്ഷം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പിന്നോക്ക കമ്മ്യൂണിറ്റിയിലേക്കെല്ലാം ഈ അധികാരം പങ്കിടാനുമൊക്കെ ഒരു കാലത്തെങ്കിലും കോൺഗ്രസും അതുപോലെ CPM ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ BJPയും അതുപോലെ RSSും സംഘപരിവാരുമൊക്കെ വേടനെതിരെ ഉറഞ്ഞു തുള്ളുന്നത്. ബാക്കിയുള്ളവർ തുള്ളാത്തതിൻ്റെ കാര്യം വേടനെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. വേടനെ ഇപ്പൊ താങ്കൾ ഇത് പറയുമ്പോൾ ഒരു കുഴപ്പമെന്നറിയോ, വേടനെ പിണറായി വിജയനോ ഗോവിന്ദ മാഷോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഗവൺമെന്റ് പരിപാടികളടക്കം ആ പയ്യന് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ എതിർക്കുന്നില്ല? പക്ഷെ എന്തുകൊണ്ടാണ് അവരുടെ വലിയ പൊളിറ്റിക്കൽ പ്രൊജക്ട് തകരുമെന്നുള്ളതുകൊണ്ടാണ്. ആ പൊളിറ്റിക്കൽ പ്രൊജക്ട് തകരും എന്ന കാരണത്താൽ ചിലപ്പോൾ ഒരു കാര്യം വിമർശിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ സ്വഭാവം ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും കാണിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ എന്താണ് തിരുവനന്തപുരത്ത് ഒരു തിരുവനന്തപുരത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ, ദളിത് സ്ത്രീ വേട്ടയാടപ്പെട്ടു, അവര് അപമാനിക്കപ്പെട്ടു. ഇവിടെയുള്ള എത്ര പേര്, ഇവിടെ ദേശാഭിമാനി വലിയ രീതിയിൽ എന്താണ് തലക്കെട്ട് കൊടുത്തോ, ഇതാ പോലീസ് സ്റ്റേഷനിൽ, തിരുവനന്തപുരത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീ ആക്രമിക്കപ്പെട്ടു. ഈ DYFI വലിയ രീതിയിലുള്ള എന്താണ് തന്റെ തന്തയുടെ വകയല്ല കേരളം എന്നൊക്കെ പറഞ്ഞ എന്താണ് എന്തെങ്കിലും രീതിയിലുള്ള പ്രസ്താവന ഇറക്കോ? ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? അവരെന്തുകൊണ്ട് ചെയ്തില്ല? അല്ല, ഈ വേടനെതിരെ ഒച്ചപ്പാടുണ്ടാക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന DYFI എന്തുകൊണ്ട് ഈ സ്ത്രീക്ക് വേണ്ടി, ബിന്ദുവിന് വേണ്ടി അടിയുറച്ചു നിന്നില്ല? ഈ പോലീസ് സ്റ്റേഷൻ, ഈ പോലീസുകാർക്കെതിരെ ശക്തമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയില്ല, അവിടെ പോയി സമരം ചെയ്തില്ല. നമ്മൾ വീണ്ടും ഈ ഇന്റർവ്യൂ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഈ കാര്യം കൂടി പറഞ്ഞോളെ. അങ്ങ് പറയുന്നത് അതേപോലെ തന്നെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി തീർച്ചയായിട്ടും ശബരിമലയിലും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മറ്റ് ക്ഷേത്രങ്ങളിലും ഈ മറ്റു മതസ്ഥരായിട്ടുള്ള അല്ലെ മറ്റ് ജാതിയിൽപ്പെട്ട ആളുകളെ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് താങ്കൾ മുഴുവനായി കേൾക്കണം. ഒന്ന്. രണ്ടാമത്തത് പറയുമ്പോൾ ബ്ലേറ്റന്റ് ആയ ഒരു കാര്യം കൂടി പറയാണ്. താങ്കൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലാത്തതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ നിരവധി ഗവൺമെന്റിന്റെ ഈ പറയുന്ന അമ്പലങ്ങളിൽ, ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ മറ്റേ ഇതുപോലെ ദളിതരായിട്ടുള്ളവരും ഈഴവരും അതുപോലെ നായരുമായിട്ടുള്ള ആളുകൾ പറഞ്ഞു മുഴുപ്പിക്കാൻ സമ്മതിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? താങ്കൾ തന്നെ സംസാരിച്ച് ഞാൻ വേണമെങ്കിൽ ഉണ്ടായിരിക്കാം, കുഴപ്പമില്ല. താങ്കൾ ഒരു മോണോലോഗായിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടായിരിക്കാം. ഞാൻ പറയുന്ന ഒറ്റ വാചകമുള്ളൂ, അങ്ങനെ സംസാരിക്കുക. പക്ഷേ ഒരു സമൂഹത്തിൽ മാറ്റം വരണമെങ്കിൽ, ഒരു കലാപം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യവും കൂടി ഒരുങ്ങേണ്ടതുണ്ട്. ഇപ്പൊ സതി നിർത്തലാക്കിയപ്പോൾ, യഥാർത്ഥത്തിൽ സതി നിർത്തലാക്കിയിട്ടും താങ്കൾക്ക് അറിയാത്തൊരു കാര്യം പറഞ്ഞുതരാം. സതി ഗവൺമെന്റ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമം മൂലം നിർത്തലാക്കിയിട്ടും അതിനു മുമ്പ് മറ്റേ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന സമ്പ്രദായമുണ്ട്. അപ്പോൾ അതും ഗവൺമെന്റ് നിർത്തലാക്കിയിട്ടും പെൺകുഞ്ഞുങ്ങളെ മുതലക്കുളത്തിലേക്ക് എറിഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം പെൺകുഞ്ഞ് തെറ്റാണെന്നാണ്. അപ്പൊ അങ്ങനെ വിശ്വാസം ഉണ്ടാകാൻ രാജാറാം മോഹൻ റോയെ പോലെ, അംബേദ്കറെ പോലെയുള്ള നിരവധി ആളുകൾ പോരാടുകയും അതിന് വലിയ തോതിലുള്ള ഒരു സമ്മതി കിട്ടുകയും വേണം. അങ്ങനെ കിട്ടുമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിന് വേറെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇത് ശബരിമലയിൽ കൂടി നടപ്പിലാക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രശ്നം
താങ്കൾ പറയുന്ന പോലെ അല്ല പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് സുപ്രീം കോടതി വിധി പാലിക്കാൻ പറ്റാതെ വന്നത്? എന്തുകൊണ്ടാണ് ജല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി നിരോധിച്ചിട്ടും അത് തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റാതെ പോയത്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഓർത്തഡോക്സ് ബാക്കിയുള്ള തർക്കങ്ങളിലൊക്കെ തന്നെ അതിൽ പള്ളി പിടിച്ചെടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടും അത് പറ്റാതെ പോയത്? കാരണം എന്തുകൊണ്ടാണ് അയോധ്യ പോലൊരു സ്ഥലത്ത് അമ്പലം പണിയട്ടെ, പള്ളി ഇവിടെ ഉണ്ടായിരുന്നു എന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല, പക്ഷെ അമ്പലം പണിയട്ടെ എന്ന് തീരുമാനിച്ചത് കാരണം ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. പക്ഷെ ആ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനോടൊപ്പം വിട്ടുവീഴ്ചകൾ അത് ഒരു മിനിറ്റ് അതല്ല ഞാൻ മുഖ്യമന്ത്രിയാണെങ്കിൽ ചെയ്യേണ്ടി വരും, പറഞ്ഞിരുന്നില്ല. ആ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന ഒരു ബോധവൽക്കരണം കൂടി കൃത്യമായി കൊടുക്കേണ്ടതല്ലേ? ആ ബോധവൽക്കരണത്തിൽ നിന്ന് CPM-ഉം കോൺഗ്രസും ഒക്കെ പിന്മാറി. പക്ഷേ അതിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം, ഇതിനെ നേരത്തെ പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നത് RSS-ഉം സംഘപരിവാറും ഈ പറയുന്ന പോലെ ശശികലയൊക്കെയാണ്. ആ ശശികലയൊക്കെ ആയതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയും ഐക്യമില്ലാത്ത വേദി എന്നൊക്കെ പറഞ്ഞ് പരിപാടി ഉണ്ടാകുന്നത്. ആ ഹിന്ദു ഐക്യവേദിയിൽ ഒരാൾ പോലും ഈ പറയുന്ന ഉന്നതമായിട്ടുള്ള ജാതിക്കാരല്ലാത്ത ഒരാൾ വരാത്തതിന്റെ കാര്യം അതുകൊണ്ടാണ്. അതിനെയാണ് ഞാൻ എതിർത്തത്. പിന്നെ ഗൗതം ചോദിക്കുന്ന ചോദ്യം ഗൗതം മറന്നു പോകരുത്. ഹിന്ദുക്കളെ ഏകീകരിക്കുന്നത് നല്ലതല്ലേ എന്നുള്ള ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. നല്ലതാണെന്നാണ് പറഞ്ഞത്. ഹിന്ദുക്കളെ ഏകീകരിക്കുന്നത് നല്ലതാണ്, ഏറ്റവും കുറഞ്ഞ പക്ഷം ആ ഏകീകരിക്കുമ്പോഴെങ്കിലും നല്ല ഉദ്ദേശം മനസ്സിലുണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇല്ലെന്നാ പറഞ്ഞത്. അത് ശരിയാണെന്ന് പറഞ്ഞ ആളാണ്. ഇന്ത്യയിൽ 80% വരുന്ന ഹിന്ദുക്കളെ ഏകീകരിക്കാൻ തോന്നിയത് എന്തുകൊണ്ടാണെന്ന് സുഹൃത്തിനറിയോ? ഏകീകരിക്കാൻ തോന്നുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. ആ ഏകീകരണം മറ്റൊരുത്തരെ ശത്രുവാക്കി കാണിച്ചുകൊണ്ട് ഏകീകരിച്ചാൽ ഭരണം പിടിക്കാന്നുള്ളതുകൊണ്ടാണ്, അല്ലാതെ ഹിന്ദുക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ മെയ്തികളെ ഏകീകരിക്കാൻ തോന്നിയത്? ഒറ്റ കാര്യം കൊണ്ടാണ്, മെയ്തികളുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഭൂരിപക്ഷം കിട്ടി ജയിക്കും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള 5 ലക്ഷം വരുന്ന ആദിവാസികളും ബാക്കിയുള്ള ആളുകളും ഈ പറയുന്ന നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് പുറത്തു നിൽക്കുന്നത്. കാരണം എന്താ? കുടിയേറ്റ കർഷകരുടെ നമ്പർ അതിനേക്കാൾ കൂടുതലാണ്. ചേട്ടാ, ജനാധിപത്യത്തിന്റെ കുഴപ്പം ഇത്തരത്തിൽ ഭൂരിപക്ഷത്തിനെ ഏകീകരിക്കുക എന്നുള്ളതാണ്. അതിനെ എതിർക്കുന്നത് അതുകൊണ്ടാണ്. വേടന്റെ വാക്കുകൾ അവരെ പൊള്ളിക്കുന്നു, കൂടാതെ വേടനൊപ്പം ആള് കൂടുന്നത് അവരെ വളരെയധികം വേദനിപ്പിക്കുന്നു. വേടനാണ് ശരി. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായം താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ പറയുന്ന SC/ST ഡിപ്പാർട്ട്മെന്റ് ഈ പുള്ളിയുടെ പരിപാടി നടത്തണം. കാരണം 2 പ്രസംഗവും നാളെ എന്നെയോ താങ്കളെയോ കൊണ്ടുപോയിട്ട് 5 പ്രസംഗം നടത്തിയതിനേക്കാൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും ഈ പാട്ട് കേട്ടാൽ. അതാണ് സത്യം. എന്തായാലും താങ്കൾ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ വരാം. ശബരിമലയിൽ മേൽശാന്തിയായിട്ട് ബ്രാഹ്മണനല്ലാത്ത അല്ലെങ്കിൽ ആ സമുദായത്തിലില്ലാത്ത അവിടെയുള്ള എന്താണ് ആചാരങ്ങളൊക്കെ എന്താണ് കൃത്യമായി പാലിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ഈ ശബരിമലയിലെ കാര്യം ഇനി ഒരു കാര്യം വാക്കുകൂടി പറഞ്ഞിട്ടുണ്ടോ? ഈ ശബരിമലയിലെ കാര്യം വെള്ളാപ്പള്ളി നടേശനോ പുലയ മഹാസഭയുടെ ശ്രീകുമാറോ കോൺഗ്രസോ BJP-യോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി ചിന്തിച്ചാൽ അറിയാം. നമ്മുടെ പൊതുമനസ്സ് അതിന് അനുകൂലമായതുകൊണ്ടാണ്. ആ പൊതുമനസ്സിന് അതിനൊക്കെ അപ്പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സഖാവ് പിണറായി വിജയന് സാധിക്കട്ടെ, ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിക്ക് സാധിക്കട്ടെ. അവർ കൃത്യമായിട്ട് ശബരിമലയിൽ ഇത്തരം ആളുകളെ, അതായത് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോലും എന്തുകൊണ്ട് ഹൈന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമാക്കുന്നുണ്ട്. അപ്പൊ ഇടതുപക്ഷ മുന്നണി ഇതിനൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തട്ടെ. അവരാണ് ഇവിടെ ഏറ്റവും വലിയ അതീശതയിലുള്ള അവർക്ക് അല്ല മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തം, കൃത്യമായിട്ടും അവർക്ക് ഉത്തരവാദിത്തം. നാളെ താങ്കൾ ഞാൻ പറഞ്ഞു കഴിയട്ടെ. താങ്കൾ പറഞ്ഞല്ലോ ഇവിടെയുള്ള RSS-ഉം BJP-ക്കൊക്കെ ഇടതുപക്ഷത്തിന്റെ അത്ര പോലും ഒരു ആത്മാർത്ഥമായ താല്പര്യമില്ല ഈ രീതിയിലുള്ള ഒരു ഏകീകരണം അല്ലെങ്കിൽ ഈ സമുദായത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്. അത് ഏറ്റവും കൂടുതലുള്ള ഇടതുപക്ഷത്തിനാണല്ലോ. അതുകൊണ്ട് ഞാനത് സമ്മതിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഇടതുപക്ഷം വലിയ രീതിയിൽ മുൻകൈ എടുക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇടതുപക്ഷം ശ്രമിച്ചില്ലെങ്കിലും എൻ്റെ ഏറ്റവും എളിയ അഭിപ്രായം 10 സെക്കൻഡ് മതി, വേടനെങ്കിലും അത് ശ്രമിക്കട്ടെ. തീർച്ചയായും അത്രേ ഉള്ളൂ. വേടനെങ്കിലും അത് ശ്രമിക്കട്ടെ. പുള്ളി എന്ത് ചെയ്യല്ലേ? ആ ശ്രമത്തെ നിങ്ങൾ തുരങ്കം വെക്കല്ലേ.